ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിവിൽ ആറ്റ് 7 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ബ്രിക്ക് എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിച്ച് നിർത്തിയേക്കുമായിരുന്നു. ഇന്ന് ബ്രിക്കിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ ഇതിന് മുന്നേ 2 ടോപ്പിക്സ് ഓൾറെഡി നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു, സ്റ്റോണും ടിമ്പറും. അപ്പോൾ ആ 2 ടോപ്പിക്സും വളരെ നന്നായിട്ട് പഠിക്കുക. ബ്രിക്ക് ഇന്നത്തോടുകൂടി ബ്രിക്ക് എന്ന് പറഞ്ഞ ടോപ്പിക്കും തീരുകയാണ്. നാളെ നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ടുള്ള സിമൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോസ് കാണാത്തവർ അതൊന്ന് കണ്ടിട്ട് വരിക. ഈ എല്ലാ ടോപ്പിക്സും തീർന്നതിന് ശേഷം നമ്മളൊരു എക്സാം പോലെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ മുകളിലത്തെ 3 ടോപ്പിക്കും കവർ ചെയ്തു. ഈ ടിമ്പർ അതിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിസ്കസ് ചെയ്തു. സ്റ്റോണിൻ്റെ ഇന്നലെ കുറച്ച് ഡിസ്കസ് ചെയ്തു. ഇന്ന് ഈ വീഡിയോയുടെ അവസാനം ബ്രിക്കിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. സിമെൻറ്റും കൂടെ കഴിഞ്ഞതിന് ശേഷം ഈ 4 ടോപ്പിക്സിൻ്റെ മാത്രമായിട്ട് ക്വസ്റ്റ്യൻസ് മാത്രം വെച്ചിട്ടുള്ള ഒരു സെക്ഷൻ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ വേറെ എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യത്തെ ടോപ്പിക്ക് നോക്കാം. ടെസ്റ്റ് ഫോർ ബ്രിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ഏറ്റവും ആദ്യം വരുന്നത് അബ്സോർപ്ഷൻ ടെസ്റ്റാണ് കേട്ടോ. അബ്സോർപ്ഷൻ ടെസ്റ്റിൽ നമ്മൾ 2 ബ്രിക്കുകളുടെ കാര്യം പറയുന്നുണ്ട്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ കാര്യവും പിന്നെ സെക്കൻഡ് ക്ലാസ് ബ്രിക്കിൻ്റെ കാര്യം. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്താണ്, സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് എന്താണെന്ന് നമ്മൾ ഈ വീഡിയോയുടെ എൻഡിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്ക് പറയുമ്പോൾ പറയും. ഇപ്പോൾ ഇത്ര ഓർത്ത് വെക്കുക. ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ കേസിൽ 20% ബൈ വെയ്റ്റിനെക്കാട്ടിലും വാട്ടർ അബ്സോർപ്ഷൻ കൂടാൻ പാടില്ല. ഓക്കെ. ഇനി സെക്കൻഡ് ക്ലാസ് ബ്രിക്കിൻ്റെ കേസിലാണെങ്കിൽ 22% ബൈ വെയ്റ്റിനെക്കാട്ടിലും കൂടാൻ പാടില്ല. ദ ബ്രിക്ക് വെൻ സോക്ഡ് ഇൻ വാട്ടർ ഷുഡ് നോട്ട് അബ്സോർബ് വാട്ടർ മോർ ദാൻ 20% ബൈ വെയ്റ്റ് ഫോർ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ആൻഡ് 22% ബൈ വെയ്റ്റ് ഫോർ സെക്കൻഡ് ക്ലാസ് ബ്രിക്ക്. ഓക്കെ, അതാണ് ഏറ്റവും ആദ്യത്തെ അബ്സോർപ്ഷൻ ടെസ്റ്റ്. സെക്കൻഡ് നോക്കാം നമുക്ക് ക്രഷിംഗ് ടെസ്റ്റ്. ക്രഷിംഗ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യുന്നത് അത് BAS മിനിമം ക്രഷിംഗ് ടെസ്റ്റ് ഏതൊരു ബ്രിക്കിനാണെങ്കിലും അറ്റ്ലീസ്റ്റ് 3.5 Newton/mm² എങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് മിനിമം ക്രഷിംഗ് ടെസ്റ്റ്, ക്രഷിംഗ് സ്ട്രെങ്ത്. ഇനി 7 to 14 Newton/mm² ആ ഒരു റേഞ്ചിൽ ക്രഷിംഗ് സ്ട്രെങ്ത് ഉള്ളതിനെ നമ്മൾ ഗ്രേഡ് A ബ്രിക്ക് എന്ന് പറഞ്ഞിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. എബവ് 14 Newton/mm² ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഗ്രേഡ് AA എന്ന് പറഞ്ഞിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ, ഓർത്ത് വെക്കുക. ഈ പോയിൻറ്റ്സൊക്കെയാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ക്രഷിംഗ് സ്ട്രെങ്ത് ആദ്യം അബ്സോർപ്ഷൻ ടെസ്റ്റ് പറഞ്ഞു, അതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെന്താ സെക്കൻഡ് ക്ലാസ് ബ്രിക്കിൻ്റെ കാര്യവും പറഞ്ഞു. നെക്സ്റ്റ് ക്രഷിംഗ് ടെസ്റ്റ് പറഞ്ഞപ്പോൾ ക്രഷിംഗ് സ്ട്രെങ്ത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത്ത് ഓർത്ത് വെക്കുക. 3.5 Newton/mm² കുറയാൻ പാടില്ല ഒരു ബ്രിക്കിനും. ഇനി അത് തന്നെ ഫസ്റ്റ് ക്ലാസ് ഗ്രേഡ് A ബ്രിക്ക് ആണെന്നുണ്ടെങ്കിൽ 7 to 14 Newton/mm², ഗ്രേഡ് AA ബ്രിക്ക് ആണെങ്കിൽ എബവ് 14 Newton/mm² ആയിരിക്കണം. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ഹാർഡ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബ്രിക്കിൻ്റെ സർഫസിൽ സ്ക്രാച്ച് ചെയ്യുകയാണ്, നമ്മളെ ഫിംഗറിന് നെയിൽ വെച്ചൊന്ന് സ്ക്രാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇംപ്രഷൻ ഉണ്ടാവാതിരിക്കാൻ എത്രമാത്രം പോസിബിളാണ്, അതിനെയാണ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ബ്രിക്കിൻ്റെ ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സൗണ്ട്നെസ് എന്ന് പറഞ്ഞാൽ 2 ബ്രിക്കുകൾ തമ്മിൽ നമ്മൾ അടിക്കുമ്പോൾ അതിനൊരു മെറ്റാലിക് റിങ്ങിങ് സൗണ്ട് വേണം എന്നാണ് പറയാറ്. അതാണ് സൗണ്ട്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 4 കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്? അബ്സോർപ്ഷൻ ടെസ്റ്റ് പറഞ്ഞു, ക്രഷിംഗ് സ്ട്രെങ്ത്തിൻ്റെ കാര്യം പറഞ്ഞു, ഹാർഡ്നെസ് പറഞ്ഞു, സൗണ്ട്നെസ് പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് നോക്കാം ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ബ്രിക്ക്. ഒരു നല്ല ബ്രിക്കിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന്. അതിന് യൂണിഫോം കളറും സ്റ്റാൻഡേർഡ് ഷേപ്പും ഉണ്ടായിരിക്കണം. ഒരു നല്ല ബ്രിക്ക് ആണെന്നുണ്ടെങ്കിൽ അതിന് യൂണിഫോം കളർ ഉണ്ടായിരിക്കണം, സ്റ്റാൻഡേർഡ് ഷേപ്പ് ഉണ്ടായിരിക്കണം.
രണ്ട് ബ്രിക്കുകൾ തമ്മിൽ ഇടിക്കുന്ന സമയത്ത് ഒരു നല്ല റിങ്ങിങ് സൗണ്ട് വേണം എന്ന് പറഞ്ഞു. അതിന് എന്തായിരുന്നു? സൗണ്ട്നെസ് അല്ലേ. നെക്സ്റ്റ് ഒരു ഹൈറ്റ്, അതായത് ഒരു 1 മീറ്റർ ഹൈറ്റിൽ നിന്നും താഴെ ഇടുന്ന ബ്രിക്ക്, ഓക്കെ, അത് പീസസ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. The bricks should not break into pieces when dropped flat on a hard ground from a height of about 1 meter. ഇത് മറ്റൊരു ക്വാളിറ്റി ക്രൈറ്റീരിയ ആണ്. നെക്സ്റ്റ്, ബ്രിക്ക് സഫിഷ്യൻ്റ്ലി ഹാർഡായിരിക്കണം. ഹാർഡ്നെസ് എങ്ങനെയായിരുന്നു ടെസ്റ്റ് ചെയ്യുന്നത്? സ്ക്രാച്ച് ചെയ്ത് നോക്കി അല്ലേ. ഇനി നെക്സ്റ്റ്, ദ ബ്രിക്ക് വെൻ ബ്രേക്ക് ഷോ a bright, homogeneous and uniform compact structure free from voids. ബ്രിക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഹോമോജീനിയസ് സ്ട്രക്ചർ ആയിരിക്കണം, കോമ്പാക്ട് സ്ട്രക്ചർ ആയിരിക്കണം, വോയിഡ്സ് ഒന്നും അധികം ഉണ്ടാവാൻ പാടില്ല. അതാണ് ക്വാളിറ്റി ക്രൈറ്റീരിയാസ് നമ്മൾ ബ്രിക്കിൻ്റെത് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഓക്കെ 2 കൂടെ ഉണ്ട്. പിന്നെ വരുന്നത് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് ആയിരിക്കണം, യൂണിഫോം കോമ്പാക്ട് സ്ട്രക്ചർ ആയിരിക്കണം. ഹോൾസ്, ലംസ് അതൊന്നും ഉണ്ടാവാൻ പാടില്ല. ഹോൾസും ലംസും പോലെയുള്ള സംഭവങ്ങളൊന്നും ബ്രിക്കിലുണ്ടാവാൻ പാടില്ല എന്നാണ് പറയുക. നെക്സ്റ്റ്, സോലിബിൾ സോൾട്ടിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രിക്ക് നമ്മൾ 24 മണിക്കൂർ വെള്ളത്തിൻ്റെ അകത്ത് ഇമ്മേഴ്സ് ചെയ്ത് വെക്കുകയും അതിനുശേഷം അത് ഷെയ്ഡിൽ നമ്മൾ ഡ്രൈ ചെയ്തെടുക്കുകയും ചെയ്യും. അപ്പോൾ ഗ്രേ വൈറ്റ് ഡെപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ അത് സോലിബിൾ സോൾട്സിൻ്റെ പ്രസൻസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഗ്രേ വൈറ്റ് ഡെപ്പോസിറ്റ്സ് ഒരു നല്ല ബ്രിക്കിൽ ഉണ്ടാകാൻ പാടില്ല. എപ്പോൾ 24 മണിക്കൂർ വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒരു ഷെയ്ഡിൽ വെച്ച് ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ അങ്ങനൊരു വൈറ്റ് ഡെപ്പോസിറ്റ്സ് കാണാൻ പാടില്ല എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സോലിബിൾ സോൾട്സിൻ്റെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഏറ്റവും അവസാനത്തെ ബ്രിക്കിൽ തന്നെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്ക് വരുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്ക്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്കിൽ ഏറ്റവും ആദ്യം നമുക്ക് നോക്കാം ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ടേബിൾ മൗണ്ടഡ് ആയിരിക്കും. ടേബിൾ മൗണ്ടഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ബ്രിക്കിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ മോൾഡിങ് പറഞ്ഞപ്പോൾ നമ്മൾ 2 പറഞ്ഞു. ഹാൻഡ് മോൾഡിങ് പറഞ്ഞു, മെഷീൻ മോൾഡിങ് പറഞ്ഞു. ഹാൻഡ് മോൾഡിങ്ങിൽ ഫർദർ ടേബിൾ മോൾഡിങ് ഉണ്ട്, ഗ്രൗണ്ട് മോൾഡിങ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എപ്പോഴും ടേബിൾ മൗണ്ടഡ് ആയിരിക്കണം. ഓക്കെ, അത് കിന്നിൽ വെച്ചിട്ട് ബേൺ ചെയ്തതായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് സുപ്പീരിയർ വർക്ക്സിന് വേണ്ടിയിട്ടായിരിക്കണം അത് യൂസ് ചെയ്യുന്നത്. പെർമനൻറ്റ് നേച്ചറുള്ള സുപ്പീരിയർ വർക്ക്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ടേബിൾ മൗണ്ടഡ് ആയിരിക്കണം, കിന്നിൽ ബേൺ ചെയ്തായിരിക്കണം, സുപ്പീരിയർ വർക്ക്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, സുപ്പീരിയർ വർക്ക്സ്. നെക്സ്റ്റ് ഏതാണ്? സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് അല്ലേ. നെക്സ്റ്റ് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ കാര്യമാണ്. സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുമ്പോൾ ടേബിൾ മൗണ്ടഡ് ആയിരിക്കണം നിർബന്ധമില്ല. നമുക്ക് ഗ്രൗണ്ട് മോൾഡഡും ആവാം. പക്ഷേ അത് കിന്നിൽ തന്നെ ബേൺ ചെയ്തിട്ടുണ്ടായിരിക്കണം. ബേണിങ് 2 ചെയ്യാം. ഒന്നുകിൽ കിന്നിൽ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ക്ലാമ്പില്ലേ, ക്ലാമ്പ് പറഞ്ഞല്ലോ, കിന്നും ഉണ്ട് ക്ലാമ്പും ഉണ്ട്. അപ്പോൾ കിന്നിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയ ബ്രിക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് കിന്നിലായിരിക്കണം നമ്മൾ ബേൺ ചെയ്തേക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ല സുപ്പീരിയർ വർക്ക്സിന് യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ മുകളിൽ ഒരു കോട്ട് ഓഫ് പ്ലാസ്റ്റർ ഉണ്ടായിരിക്കണം. സെക്കൻഡ് ക്ലാസ് ബ്രിക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് നമുക്ക് തേർഡ് ക്ലാസ് ബ്രിക്ക് നോക്കാം. തേർഡ് ക്ലാസ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ അത് ഗ്രൗണ്ട് മോൾഡഡ് ആണ്, ക്ലാമ്പിലാണ് ബേൺ ചെയ്തേക്കുന്നത്. അൺഇമ്പോർട്ടൻറ്റ് ആൻഡ് ടെമ്പററി സ്ട്രക്ചേഴ്സ് എവിടെയാണ്? റെയിൻഫോൾ ഒരുപാടില്ലാത്ത അൺഇമ്പോർട്ടൻറ്റ് ടെമ്പററി സ്ട്രക്ചേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ തേർഡ് ക്ലാസ് ബ്രിക്ക് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്, സെക്കൻഡ് ക്ലാസ് ബ്രിക്ക്, തേർഡ് ക്ലാസ് ബ്രിക്ക്. ഇനി എന്താ വരിക? ഫോർത്ത് ക്ലാസ് ബ്രിക്ക്. ഫോർത്ത് ക്ലാസ് ബ്രിക്ക് നോക്കാം. ഫോർത്ത് ക്ലാസ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഓവർ ബേൺഡ് ആയിട്ടുള്ള ബ്രിക്സാണ്. ഓവർ ബേൺഡ് ആയിട്ടുള്ള ബ്രിക്സാണ്. ഇറഗുലർ ഷേപ്പ് ഡാർക്ക് കളറുള്ള ബ്രിക്സാണത്. അത് നമ്മൾ സാധാരണ എന്താ കോൺക്രീറ്റ് ആൻഡ് അഗ്രിഗേറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യും. കോൺക്രീറ്റിൻ്റെ കൂടെയുള്ള അഗ്രിഗേറ്റ്സിലെ അതായിട്ട് യൂസ് ചെയ്യും ഫൗണ്ടേഷൻസും ഫ്ലോർസും റോഡും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ അതാണ് ഫോർത്ത് ക്ലാസ് ബ്രിക്കിൻ്റെ പ്രത്യേകത. ഇത് കൂടാതെ വേറെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ബ്രിക്കിൻ്റെ. അത് നമ്മൾ ഇപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും, അതിൻ്റെ കൂടെ പറഞ്ഞു പോകാം. അപ്പം ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രിക്കിൻ്റെ മാനുഫാക്ചറിങ്ങും കാര്യങ്ങളും പിന്നെ കോൺസ്റ്റുവൻസും അതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. കാരണം നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യനറിനകത്തൊക്കെ ഞാൻ ആ ഒരു ടോപ്പിക്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും. അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും നേരം പഠിച്ച ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ബ്രിക്ക് മൗണ്ടഡ് വിത്ത് എ റൗണ്ടഡ് ആംഗിൾ ഇസ് കോൾഡ്. അപ്പോൾ ഞാൻ നേരത്തെ സ്ലൈഡ് പറഞ്ഞപ്പോൾ പറഞ്ഞു ബ്രിക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇത് കൂടാതെ കുറച്ചും കൂടെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻസിൽ നിന്നും വന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഒരു റൗണ്ടഡ് ആംഗിൾ മാത്രമുള്ള ബ്രിക്കിനെ വിളിക്കുന്ന പേര് എന്താണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എന്താണ്? ആദ്യത്തെ ഓപ്ഷൻ കൗനോസ് ബ്രിക്ക്, രണ്ടാമത്തത് ബുൾനോസ്, പിന്നെ കോപ്പിംഗ് ബ്രിക്ക് ആൻഡ് ചാനൽ ബ്രിക്ക്. ഇതിലേതാണ് ആൻസർ വരുന്നതെന്ന് നോക്കാം. ഓക്കെ, അതിന് മുന്നേ ഈ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഒന്ന് പറയാം. ഏറ്റവും ആദ്യത്തെ ഓപ്ഷനിൽ കിടക്കുന്നത് ആണോന്നോ ആദ്യത്തെ ഓപ്ഷൻ ആണോ എന്നറിയില്ല. എന്തായാലും ബുൾനോസ് ബ്രിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല വീഡിയോയ്ക്കകത്ത്. ബുൾനോസ് ബ്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റൗണ്ടഡ് ആംഗിളേ അതിനുണ്ടാവുള്ളൂ. ഒരു സൈഡ് മാത്രം റൗണ്ടഡ് ആയിട്ടിരിക്കും, മറ്റേ സൈഡ് ഫ്ലാറ്റ് ആയിട്ടിരിക്കും. ഓക്കെ, അങ്ങനത്തെ ബ്രിക്കാണ് ബുൾനോസ് ബ്രിക്ക്. ഒരിടത്ത് മാത്രം കർവേച്ചർ കാണും. അതിൻ്റെ ഒരു ഫിഗർ നോക്കാം. ഇതാണ്ട് ഇങ്ങനെ ഇരിക്കും. ഇതാണ് ബുൾനോസ് ബ്രിക്ക്. ഈ ഒരു എൻഡിൽ മാത്രം ആ ഒരു കർവ് കാണും. ബുൾനോസ് ബ്രിക്കിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ നെക്സ്റ്റ് ചാനൽ ബ്രിക്ക് നോക്കാം. ചാനൽ ബ്രിക്ക് എന്താണ്? ബ്രിക്കാണ് ചാനൽ ബ്രിക്ക്. അത് സാധാരണ നമ്മൾ ഡ്രെയിൻസിലൊക്കെ കൊടുക്കുന്നതാണ്. ഫിഗർ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇതാണ് ചാനൽ ബ്രിക്ക് എന്ന് പറയാം. ഇങ്ങനെ ഡ്രെയിൻസിൽ പ്രൊവൈഡ് ചെയ്യും. വെള്ളം ഇങ്ങനെ ഒഴുകി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ചാനൽ ബ്രിക്ക്. നെക്സ്റ്റ് ബ്രിക്ക് കോപ്പിംഗ് ബ്രിക്ക്. കോപ്പിംഗ് ബ്രിക്ക് സാധാരണ നമ്മൾ കൊടുക്കുക ഇതുപോലെ വോളിൻ്റെ മുകളിൽ ഒരു സർക്കുലർ കർവേച്ചറുള്ള രീതിയിൽ കൊടുക്കുക. അപ്പോൾ വെള്ളം താഴേക്ക് ഇങ്ങനെ ഒഴുകി പോകും. അതിൻ്റെ മുകളിൽ കെട്ടി നിന്നിട്ട് അകത്തോട്ട് അധികം പെനിട്രേറ്റ് ചെയ്യില്ല, ഇങ്ങനെ ഒഴുകിപ്പോയിക്കോളും. അതിനെയാണ് നമ്മൾ കോപ്പിംഗ് ബ്രിക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൗനോസ് ബ്രിക്ക് നോക്കിക്കഴിഞ്ഞാൽ കൗനോസ് ബ്രിക്കിൻ്റെ രണ്ട് എൻഡും കേർവ്ഡാണ്. ബുൾനോസിൻ്റെ ഒരൊറ്റ എൻഡാണ് കേർവ്ഡെങ്കിൽ കൗനോസിൻ്റെ ഈ രണ്ട് എൻഡിലും കേർവേച്ചറുണ്ട്. ഇവിടെയും കേർവ്ഡാണ്, ഇവിടെയും കേർവ്ഡാണ്. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബ്രിക്ക് മൗണ്ടഡ് വിത്ത് എ റൗണ്ടഡ് ആംഗിൾ. ഒരൊറ്റ റൗണ്ടഡ് ആംഗിൾ മാത്രം ഉണ്ടെങ്കിൽ എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഒരൊറ്റ റൗണ്ടഡ് ആംഗിൾ മാത്രമേ ഉണ്ടെങ്കിൽ എന്താണത് വരിക? ബുൾനോസ് ബ്രിക്ക് അല്ലേ? ബുൾനോസ് ബ്രിക്കാണ് അപ്പോൾ ആൻസറായിട്ട് വരുന്നത്. ആൻസർ എന്താ വരിക? ബുൾനോസ് ബ്രിക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Next question. The compressive strength of perforated bricks should not be less than. Perforated ബ്രിക്സിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്ത് എത്ര ഇതിൽ കുറയാൻ പാടില്ല? പെർഫറേറ്റഡ് ബ്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബ്രിക്സിൻ്റെ ടോപ്പിൽ ചെറിയ പെർഫറേഷൻസ് ഉണ്ടായിരിക്കും. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 10 mm ആയിരിക്കും. ഓക്കെ, അതിന് പെർഫറേറ്റഡ് ബ്രിക്സ് എന്ന് പറയാം. അപ്പോൾ പെർഫറേറ്റഡ് ബ്രിക്സിൻ്റെ കേസിൽ കംപ്രസീവ് സ്ട്രെങ്ത് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ കുറച്ച് അധികം ബ്രിക്സിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് നമ്മൾ നേരത്തെ ബ്രിക്കിൻ്റെ ടെസ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. കുറച്ച് രണ്ടെണ്ണത്തിന് മിനിമം 3.5-നെക്കാട്ടിലും കുറയാൻ പാടില്ല എന്നും അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അത് ഒന്ന് പറയാം. ബാക്കി കുറേ ക്ലാസ് എയുടെ ഒന്നും നമ്മൾ പറഞ്ഞില്ല. അത് വെച്ചിട്ട് എല്ലാത്തിൻ്റെയും ഒരുമിച്ചൊന്ന് പറയാം. ഏറ്റവും ആദ്യം ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് 10.5 Nm/mm² ആണ്. സെക്കൻഡ് ക്ലാസ് ബ്രിക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 7.5 Nm/mm² ആണ്. അതേസമയം തേർഡ് ക്ലാസ് ബ്രിക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 5.5 Nm/mm² ആണ്. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നെക്സ്റ്റ് പെർഫറേറ്റഡ് ബ്രിക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മിനിമം 7 Nm/mm² ആണ്. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്തായിരുന്നു ചോദിച്ചിരുന്നത്? കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് പെർഫറേറ്റഡ് ബ്രിക്ക് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. ആൻസർ എന്താ അപ്പോൾ വരിക? 7 Nm/mm². ബാക്കിയും കൂടെ നമുക്ക് നോക്കിയാലോ. പിന്നെ വരുന്നത് ദ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ക്ലാസ് എയുടേത് 7 to 14 Nm/mm², ക്ലാസ് എയുടെ ആണെന്നുണ്ടെങ്കിൽ മോർ ദാൻ 14 Nm/mm². ഇത്രയും ഓർത്ത് വെക്കുക. ഫസ്റ്റ് ക്ലാസ്സിൻ്റെത് 10.5, സെക്കൻഡ് ക്ലാസ്സിൻ്റെത് 7.5, തേർഡ് ക്ലാസ്സിൻ്റെത് 5.5. ഓക്കെ, പെർഫറേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത്ത് 7 Nm/mm² ഉണ്ട് കേട്ടോ ഇവിടെ. നെക്സ്റ്റ് ദ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത്ത് ബ്രിക്കിന് വേണ്ടുന്നത് 3.5 Nm/mm² ആണ്. ക്ലാസ് എ ആണെന്നുണ്ടെങ്കിൽ 7 to 14, ക്ലാസ് എ ആണെന്നുണ്ടെങ്കിൽ മോർ ദാൻ 14. ഇത്രയും മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് എ ക്ലാസ് ബ്രിക്ക്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. എന്താണ് ആൻസർ വരിക? അപ്പം ആൻസർ വരുന്നത് ഇസ് എബവ് 14 Nm/mm² ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ചീഫ് കോൺസ്റ്റുവൻറ്റ് ഓഫ് എവറി കൈൻഡ് ഓഫ് ക്ലേ ഇസ്. സിലിക്ക, അലൂമിന, മഗ്നീഷ്യ, ഈ 3 കോൺസ്റ്റുവൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ചീഫ് കോൺസ്റ്റുവൻറ്റ് എന്താണെന്ന് പറയുക. അതിൻ്റെ അകത്ത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ച ബ്രിക്കിൻ്റെ കോൺസ്റ്റുവൻസ് ആ ഒരു സ്ലൈഡ് എടുക്കാം. ബ്രിക്കിൻ്റെ കോൺസ്റ്റുവൻസ് നമ്മൾ ഫസ്റ്റ് കോമ്പോസിഷൻ ഏറ്റവും ആദ്യത്തെ ഇതിൽ പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യം വരുന്നത് അലൂമിന അല്ലേ. അലൂമിന എന്ന് പറയുന്നതാണ് ഏതാ ചീഫ് കോൺസ്റ്റുവൻറ്റ്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ അകത്തും എന്തായിരുന്നു? വിച്ച് ഇസ് എ ചീഫ് കോൺസ്റ്റുവൻറ്റ് എന്നായിരുന്നു. അലൂമിനയാണ് ആൻസർ വരിക. അത് മാത്രമല്ല അതിൻ്റെ പെർസെൻറ്റേജ് 20% to 30% ആണ്. അതേസമയം മേജർ കോൺസ്റ്റുവൻറ്റ് ചോദിച്ചാൽ എന്താ വരിക? സിലിക്ക. 50% to 60% വരെയുണ്ട് സിലിക്ക. പിന്നെ ഏതൊക്കെ ഉണ്ടായിരുന്നു? ലൈം ഉണ്ടായിരുന്നു, പിന്നെ ഓക്സൈഡ് ഓഫ് അയൺ ആൻഡ് മഗ്നീഷ്യ. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, ഏതാ? ബ്രിക്കിൻ്റെ കോമ്പോസിഷൻ. അപ്പോൾ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു നല്ല ബ്രിക്കിൽ അലൂമിന ആണ് ഏറ്റവും ചീഫ് കോൺസ്റ്റുവൻ്റ് ആയിട്ട് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ദ ചീഫ് കോൺസ്റ്റുവൻ്റ് ഓഫ് എവറി കൈൻഡ് ഓഫ് ക്ലേ ഇസ് അലൂമിനയാണ് ആൻസറായിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബുൾസ്ട്രഞ്ച് കെലൻ ഇസ് എ ടൈപ്പ് ഓഫ്, ഏത് ടൈപ്പ് ഓഫ് കെലനാണ്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കണ്ടിന്യൂസ് കെലൻ അല്ലേ. കാരണം ഇന്നലെ നമ്മൾ ഓൾറെഡി എന്താണ് ബേണിങ്ങിൽ ഏറ്റവും അവസാനം മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്സ് പറഞ്ഞു. അതിൻ്റെ അകത്ത് ബേണിങ്ങിൻ്റെ അകത്ത് 2 ടൈപ്പ് ഓഫ് കിലൻ ഉണ്ടെന്ന് പറഞ്ഞു, ഇൻ്റർമിറ്റൻറ്റും കണ്ടിന്യൂസും. ക്ലാമ്പും കിലനും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ അകത്ത് കിലൻ ആണ് ഏറ്റവും കൂടുതൽ ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പം, ഹൈ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒക്കെ കിലനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ. ബേണിങ് എന്ന് പറയുന്നത്, അപ്പം എന്താ പറയുക, ബേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലാണ് കിലൻ യൂസ് ചെയ്യുന്നത്. ബേണിംഗ് ഹാർഡ്നെസ്സും സ്ട്രെങ്ത്തും കൊടുക്കും. പിന്നെ അത് ബ്രിക്കിനെ ഡെൻസും ഡ്യൂറബിളും ആക്കും. അപ്പോൾ ബ്രിക്സ് ഓവർ ബേൺഡ് ആവുകയാണെങ്കിൽ ബ്രിട്ടിലാവും, അണ്ടർ ബേൺഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ലോഡ് കറക്റ്റായിട്ട് ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ബേണിങ്ങിനാണ് നമ്മൾ ക്ലാമ്പും കിലനുമുണ്ട് ക്ലാമ്പും ഉണ്ട് യൂസ് ചെയ്യുന്നത്. ക്ലാമ്പാണ് ചീപ്പും എക്കണോമിക്കലും എന്നും പറഞ്ഞു. പക്ഷേ അത് കറക്റ്റ് യൂണിഫോം ആയിട്ടുള്ള ഒരു ബേണിംഗ് പ്രൊവൈഡ് ചെയ്തില്ല, സ്ലോ പ്രോസസ്സ് ആയിരിക്കും. ഒത്തിരി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കിലൻ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. കിലൻ്റെ അകത്ത് ഇൻ്റർമിറ്റൻ്റ് ഉണ്ട്. ഇൻ്റർമിറ്റൻ്റ് ചെയ്യുമ്പോൾ യൂണിഫോം സപ്ലൈ ഓഫ് എ ബ്രിക്സ് നമുക്ക് കിട്ടില്ല.
അതേസമയം കണ്ടിന്യൂസ് സ്കില്ലിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് യൂണിഫോമായിട്ട് നമുക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ക്ലേ, ഔട്ട്പുട്ടായിട്ട് ബ്രിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. 3 കണ്ടിന്യൂസ് സ്കില്ലിൻ്റെ കാര്യമാണ് നമ്മൾ മെൻഷൻ ചെയ്തത്, ബുൾസ്റ്റൻച്ച്, ഹോഫ്മാൻ ആൻഡ് ടാനർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ചോദിച്ചത് ബുൾസ്റ്റൻച്ച് ഏത് ടൈപ്പ് ഓഫ് കില്ലനായിരുന്നു എന്നാണ്. എങ്ങനെ ആൻസർ വരിക? ബുൾസ്റ്റൻച്ച് ഈസ് എ ടൈപ്പ് ഓഫ് കണ്ടിന്യൂസ് കില്ലൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ മടി പിടിച്ചു പോവും. അപ്പോൾ എപ്പോഴും വീഡിയോസൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.